ഇപ്പൊ എങ്ങനെ നല്ല ആശ്വാസം ഉണ്ടോ? രാവിലെ തന്നെ ഇരുന്ന് അവന്റെ മുതുകത്തോട്ട് അങ്ങ് കയറിക്കൊള്ളണം. സത്യത്തിൽ നിങ്ങൾ ആ പത്രക്കാരനോട് പറഞ്ഞോ പത്രം ഇടാൻ? എന്റെ കർത്താവേ, നീ എന്തോന്ന് തങ്കം, നീ കേട്ടതല്ലേ ഞാൻ ആ ചെക്കനോട് പറഞ്ഞത് നാളെ ഒരു പത്രം ഇടണമെന്ന്? എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞോ ക്ലീറ്റോ? ഇല്ലടി, നീ ഇല്ലേലും കേൾക്കൂല. ഞാൻ എന്തേലും നല്ലത് പറഞ്ഞ അതൊന്നും നീ കേൾക്കൂല. എന്തെങ്കിലും കൊള്ളരുതായ കാണിച്ചാ ക്ലീറ്റോ നോണ പറയണത്. നിങ്ങളെ ചമ്മണ്ടാന്ന് വിചാരിച്ചിട്ടാ ഞാൻ അവന്റെ മുമ്പിൽ അത് പറയാതെ. പിന്നെ ഞാൻ അവന്റെ നീ നിങ്ങൾക്ക് എന്തിന്റെ സുഖമായിരുന്നു ഇപ്പൊ അവനോട് പോയി തല്ലു പിടിക്കാനായിട്ട്? അല്ലേ, ആ പത്രം അവന് തന്ന എന്താ കുഴപ്പം? അവൻ വായിച്ചു കഴിഞ്ഞിട്ട് വായിച്ചാ പോരെ നിങ്ങൾക്ക്? അവൻ വായിച്ചിട്ട് അവന്റെ ഉച്ചിഷ്ടം കഴിക്കാൻ. പിന്നെ ഞാൻ അത്രയ്ക്ക് തരണ്ടായിരുന്നൊന്നുമല്ല. അവൻ പണിയെടുക്കുന്ന പൈസ ഒക്കെ തിന്നുന്നുണ്ടല്ലോ. ആര് തിന്നുന്നു? അവന്റെ പെങ്ങളും കുട്ടിയും കഴിഞ്ഞില്ല അല്ലേ? സമാധാനമില്ല ഇപ്പൊ എല്ലാവർക്കും? അല്ല എന്ത് സമാധാനം? ഇനി എന്തായാലും വഴക്കും മക്കാണൊന്നും ഉണ്ടാവാൻ പോണില്ല. ചേച്ചി പറഞ്ഞതാ അതിന്റെ ശരി. ചേച്ചി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് വൈകിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ നേരത്തെ വീതം വെച്ച് തരണം. മക്കളെ എങ്ങനെ തമ്മിലിട്ട് അടുപ്പിക്കരുത്. നമുക്ക് ഒരാൾ തന്നാൽ അവർക്ക് കൊടുക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? നിന്റെ ഉയരം എത്ര? നീ എത്ര പൊക്കമുണ്ട്? നീ പൊക്കം അനുസരിച്ചാണ് വീതം തരുന്നത്. എത്ര പൊക്കമുണ്ട് അത് പറ. എനിക്കിത് പൊക്കം കൂട്ടി പറയാൻ ഞാൻ. നീ നിന്റെ ഉയരം പറയടാ. ഇത് 6 അടിക്കുള്ളി വരും. വെറുതെ അല്ല ചേച്ചി ഒരു 10-12 അടി ഉയരം വേണമെന്ന് പറഞ്ഞു. എന്തോന്ന്? നിങ്ങൾ ഈ രണ്ടാളും പരസ്പരം എന്നീ കാണുമ്പോഴാണല്ലോ തല്ലുമ്പകളൊക്കെ. ഇനി അതില്ലാവില്ല അതന്നെ. എന്താന്ന് ആ അതിർത്തിയിൽ ചേച്ചി 12 അടി 10 അടി അകരത്തില് മതിൽ കെട്ടാൻ പോവാ. എവിടെ? നിങ്ങളുടെ രണ്ടുപേരും അതിർത്തിയില്. പിന്നെ അതെ, ചേച്ചി പറഞ്ഞതാ ശരി. രണ്ടുപേരും കാണുമ്പോഴാണല്ലോ പ്രശ്നം. ഇനി രണ്ടുപേരും നമ്മൾ കാണില്ല. നിനക്ക് നിന്റെ വഴി, കനകന്റെ വഴി. അടഞ്ഞു പോണം. കാണുമ്പോഴാണല്ലോ അങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി കാണണ്ട പരസ്പരം. അങ്ങനെ അങ്ങ് മതിൽ കെട്ടാൻ വരട്ടെ. അങ്ങനെ അമ്മ മാത്രം തീരുമാനിച്ചാൽ മതിയാ? പിന്നല്ലാണ്ട് നീ ഇവിടെ താമസിക്കുന്നത് ഞങ്ങളല്ലേ? ഞങ്ങളോട് ഒരു വാക്ക് ചോദിക്കണം. അത് ശരി, ഔദാര്യത്തിൽ താമസിക്കണം പോലെ അല്ല. നിന്റെ വാക്ക് കേട്ടിട്ട് വേണം ചേച്ചി. അമ്മാവ ഔദാര്യമല്ല, അത് അവകാശമാണ്. അവകാശമാണെങ്കിൽ അത് ഈ പുറത്ത്, അത് അവരുടെ പുറം. രണ്ടുപേരുടെ അതിരിലെ കെട്ടണേന് ഒരു കുഴപ്പമില്ല. അത് കുഴപ്പമുണ്ട്. ഞങ്ങളോട് ചോദിക്കണം. അല്ലാതെ അങ്ങനെ തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോടാറുണ്ട്. ചേച്ചിയുടെ തീരുമാനം നല്ലതാണ്. ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ മേശിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരും. അത് കാത്തിട്ടാ നിൽക്കണം. മേശിന് വരട്ടെ. കെട്ടാൻ പറ്റുമല്ലോ, എനിക്കറിയാം എന്ത് ചെയ്യണോ. നീ ഒരു ചുക്കും ചെയ്യില്ല. അമ്മാവ എന്റെ അണികളോട് ഒരു വാക്ക് പറഞ്ഞോണ്ടല്ലോ അവരെല്ലാം കൂടെ ഒന്ന് ഇടിച്ച് തകർക്കും. ഒന്ന് പോടാറുണ്ട്. എന്റെ പാർട്ടി അണികളൊക്കെ വീട്ടിലെ ഈ തറവാട്ടിലെ കാലെടുത്ത് കൂട്ടിയാണല്ല. ചേച്ചി ആരാന്ന് ഈ അറിയും. പിന്നെ ഞങ്ങളൊന്ന് തീരുമാനിച്ച നല്ല തീരുമാനം അത്. അതുപോലെ തന്നെയാണ് ഞാനും എന്റെ പാർട്ടി അണികളൊക്കെ ഒന്ന് തീരുമാനിച്ച് ആ തീരുമാനം. നീ ഒന്ന് പോടാറുണ്ട്. എന്റെ പാർട്ടി കാണാൻ നമുക്ക് കാണാം. ഇനി ആ വഴിക്ക് വരരുത് എന്ന് പറഞ്ഞോ? അമ്മയുടെ ഗുണ്ട.